എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനമാണ് നാം കേൾക്കുന്നത്. ദൈവവചനം ജീവനുള്ളതാ, സൗഖ്യം പകരുന്നതാ, യഥാർത്ഥ വെളിച്ചം പകരുന്നതാണ്, നമുക്ക് ശക്തി പകരുന്നതാണ്, വിടുതൽ നൽകുന്നതാണ്. ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിഗമങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എന്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. മഴയും മഞ്ഞും ആകാശത്ത് നിന്നും വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നാട്ടില്, നമ്മുടെ പ്രദേശത്ത് ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ നമുക്കത് അനുഗ്രഹമാണ്. കാരണം വചനം ജീവനുള്ളതാണ്, സൗഖ്യം പകരുന്നതാണ്, വിടുതൽ നൽകുന്നതാണ്. വചനം ബന്ധനങ്ങൾ അഴിക്കും, കെട്ടുകൾ അഴിക്കും, തടസ്സങ്ങൾ മാറ്റും, തിന്മയുടെ അരൂപികൾ വിട്ടുപോകും, രോഗങ്ങൾ മാറും, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകും. കാരണം ദൈവവചനം ജീവനുള്ള വചനമാണ്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് ബെത്ലഹേം കാലിത്തൊഴുത്തില് പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ഈശോ മനുഷ്യനായി ജന്മമെടുത്തപ്പോൾ സ്വർഗത്തിൽ നിന്നും മാലാഖമാർ ഇറങ്ങി വന്ന് ഉദ്ഘോഷിച്ചു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷയുടെ സന്ദേശമാണ്. യേശു ജനിച്ചത് സകല മനുഷ്യർക്കും രക്ഷകനായിട്ടാണ്. ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, സകല മനുഷ്യർക്കുമുള്ള രക്ഷകനായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുവിന്റെ ജനനത്തിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ എന്നു പേരുള്ള ഒരു പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. ഈശോ പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്.